എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ദൈവവചനം ഹൃദയത്തിൽ അഗ്നിയായി പതിച്ചപ്പോൾ ദൈവകൃപയിൽ ആശ്രയമർപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട, ഒറ്റപ്പെടുത്തപ്പെട്ട കുഷ്ഠരോഗികൾക്കായി ജീവനും ജീവിതവും ബലിയർപ്പിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് പുതുജീവൻ നൽകുവാൻ ദൈവദാസനായ കണ്ടത്തിലച്ചന് സാധിച്ചു. ഈ സഹോദരങ്ങളുടെ സുസ്ഥിതിക്കും ഉന്നമനത്തിനും പരിചരണത്തിനും ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനായി കണ്ടത്തിലച്ചൻ വീടാന്തരം കയറിയിറങ്ങി ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭവനങ്ങൾ തോറും കയറിയിറങ്ങിയ ആ വന്യപുരോഹിതന് സുമനസ്സുകളായ വ്യക്തികൾ ഉദാരമായി ദാനം കൊടുത്തിരുന്നു. രോഗീ പരിചരണത്തിനും അവരുടെ ഭാവി ജീവിതത്തിനുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ പ്രാർത്ഥനയും പരിഹാരവും ആയുധമാക്കിയ കണ്ടത്തിലച്ചന് ക്രൂശിതനായ ക്രിസ്തു വിശുദ്ധ ഫ്രാൻസിസിനെ ആലിംഗനം ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ അനുഭവത്തിലൂടെ ഉത്തരം നൽകി. ആരംഭഘട്ടം മുതൽ ദൈവപരിപാലനയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിച്ച കണ്ടത്തിലച്ചൻ എല്ലാ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും സധൈര്യം അഭിമുഖീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി 1949 ഏപ്രിൽ 2 ഗ്രീൻ ഗാർഡൻസ് എന്നറിയപ്പെടുന്ന ASMI സന്യാസ സമൂഹത്തിന് രൂപം നൽകി. പുണ്യശ്ലോകനായ കണ്ടത്തിലച്ചൻ്റെ മുൻപിൽ ഈ സ്നേഹോപകാരം ഞങ്ങൾ സമർപ്പിക്കട്ടെ.